പ്രിയമുള്ളവരെ, 2-3 ദിവസമായി കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന് ആദ്യമായി ബി.ജെ.പി നേടിയ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണം ബി.ജെ.പിക്ക് നഷ്ടമാകുമോ എന്നതിനെക്കുറിച്ചായിരുന്നു. കാരണം അവിടെ ബി.ജെ.പിയുടെ കൗൺസിലർ സുഗതൻ കാപ്പ കേസിൽ പ്രതിയായി ജയിലിലാണ്. 2-3 കൗൺസിൽ യോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കാതിരുന്നാൽ അദ്ദേഹത്തിൻ്റെ കൗൺസിലർ സ്ഥാനം അയോഗ്യരാക്കപ്പെടുവാൻ സാധ്യതയുണ്ട്. വെറും ഒരു സീറ്റിൻ്റെ പിൻബലത്തിലാണ് ബി.ജെ.പി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നത്. ബി.ജെ.പിക്ക് 50 സീറ്റ്, എൽ.ഡി.എഫിന് 29 സീറ്റ്, കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു.ഡി.എഫിന് 20 സീറ്റ്, 2 സ്വതന്ത്രന്മാരിൽ 1 സ്വതന്ത്രൻ ബി.ജെ.പി പിന്താങ്ങുന്നു. അങ്ങനെ 51 എന്ന ജസ്റ്റ് പാസിലാണ് ബി.ജെ.പി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുഗതൻ അയോധ്യ ആക്കപ്പെടുകയാണെങ്കിൽ ബി.ജെ.പിക്ക് ഭരണം, തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണം നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട് എന്ന വിശകലനങ്ങൾ പുറത്തു വന്നിരുന്നു. അതിനോടൊപ്പമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ കോൺഗ്രസിൻ്റെ സഭാകക്ഷി നേതാവ്, മുൻ എം.എൽ.എ കൂടിയായ ശബരിനാഥൻ കോൺഗ്രസ് അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ചത്. പക്ഷേ കോൺഗ്രസിന് മാത്രമായിട്ട് അവിശ്വാസ പ്രമേയം കൊണ്ടുവരുവാൻ സാധ്യമല്ല. കാരണം തദ്ദേശ സ്വയംഭരണ നിയമം അനുസരിച്ച് 1/3 അംഗങ്ങളുടെ ഒപ്പോടുകൂടി മാത്രമേ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുവാൻ കഴിയൂ. അതായത് കോൺഗ്രസ്സിന് വെറും 20 എം.എൽ.എമാർ കൗൺസിലർമാർ മാത്രമാണുള്ളത്. 34 കൗൺസിലർമാരുടെ പിൻബലമുണ്ടെങ്കിൽ മാത്രമേ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുവാൻ കഴിയൂ. അതായത് എൽ.ഡി.എഫിൻ്റെ കൂടി പിന്തുണ വേണം. ചിലപ്പോൾ കോൺഗ്രസും യു.ഡി.എഫും, അതായത് കോൺഗ്രസ് ഉൾപ്പെടുന്ന യു.ഡി.എഫും എൽ.ഡി.എഫും സഹകരിച്ചുകൊണ്ട് ബി.ജെ.പിയെ ഭരണത്തിൽ നിന്ന് പുറത്താക്കും എന്ന രീതിയിലുള്ള വിശകലനങ്ങൾ വന്നിരുന്നു. ബി.ജെ.പിയും അതാണ് ആഗ്രഹിച്ചിരുന്നു തോന്നുന്നു. കാരണം ബി.ജെ.പിക്ക് അതൊരു രാഷ്ട്രീയ ആയുധമാക്കാം. യു.ഡി.എഫും എൽ.ഡി.എഫും ഒന്നിച്ചു നിന്ന് ബി.ജെ.പി അധികാരത്തിൽ നിന്ന് പുറത്താക്കി എന്ന് പറയാം. പക്ഷേ ഇന്ന് മുൻ വർക്കല എം.എൽ.എയും മുൻ CPM-ൻ്റെ തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ V.S. ജോയിയുടെ ഒരു പ്രസ്താവന വന്നിരിക്കുന്നു. അങ്ങനെ ഒരു സഹകരണം കോൺഗ്രസുമായിട്ടുണ്ടാകില്ല. അതായത് ബി.ജെ.പിക്കെതിരെ കോൺഗ്രസ് ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ എൽ.ഡി.എഫ് അതിനുവേണ്ടി കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടാകില്ല എന്നൊരു പ്രസ്താവന ജോയിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അതായത് തൽക്കാലം ബി.ജെ.പി ഭരണത്തിൽ തുടരും. ബി.ജെ.പിക്ക് ഭരണത്തിൽ ഭീഷണി ഉണ്ടാകുന്ന രീതിയിൽ യു.ഡി.എഫുമായി എൽ.ഡി.എഫ് സഹകരിക്കില്ല എന്ന ഒരു ഉറപ്പ് ജോയിയുടെ ഭാഗത്തു നിന്ന് ബി.ജെ.പിക്ക് ലഭിച്ചിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. നേരത്തെയും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലാണ്. മുനിസിപ്പാലിറ്റിയിൽ അന്ന് ബി.ജെ.പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്നു. കോൺഗ്രസും CPM-ഉം പരസ്പരം ഒന്നിച്ചു നിന്നാൽ ഒരുപക്ഷെ ബി.ജെ.പിയെ ഭരണത്തിൽ നിന്ന് മറച്ചിടുവാനുള്ളൊരു സാധ്യത 2 തദ്ദേശ സ്വയംഭരണ ഇലക്ഷന് മുമ്പുള്ള ഒരു തദ്ദേശ സ്വയംഭരണ ഇലക്ഷനിൽ ഉണ്ടായിരുന്നു പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ. അന്നാണ് ബി.ജെ.പി കേരളത്തിൽ ആദ്യമായിട്ടൊരു മുനിസിപ്പാലിറ്റിയിൽ അധികാരത്തിൽ വരുന്നത്. കഴിഞ്ഞ 2 മുനിസിപ്പൽ ഇലക്ഷനുകളായിട്ട് ബി.ജെ.പിക്ക് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ വ്യക്തമായ മേധാവിത്വമുണ്ട്. പക്ഷേ ആ അവസരത്തിൽ ബി.ജെ.പിയെ പിന്തള്ളാൻ, ഭരണത്തിൽ നിന്ന് മറച്ചിടുവാൻ CPM തയ്യാറായില്ല. കോൺഗ്രസ് അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമ്പോഴൊക്കെ CPM വിട്ടുനിന്നു. അതേ ഒരു തന്ത്രം തന്നെയാണ് ഇപ്പോൾ CPM ഉൾപ്പെടുന്ന എൽ.ഡി.എഫ് തിരുവനന്തപുരം കോർപ്പറേഷനും സ്വീകരിക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. അതായത് കോൺഗ്രസ് കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയത്തിനൊന്ന് വിയോജിച്ച് നിൽക്കുക, ബി.ജെ.പിക്ക് ഭരിക്കുവാൻ അവസരം നൽകുക എന്ന ഒരു തന്ത്രമാണ് CPM ഇവിടെ പ്രാവർത്തികമാക്കുവാൻ ശ്രമിക്കുന്നത്. പ്രത്യേകിച്ചും കുറഞ്ഞ കാലയളവിൽ ഈ 5-6 മാസം മാത്രമാണ് ബി.ജെ.പി നേതൃത്വം നൽകുന്ന ഭരണസമിതി തിരുവനന്തപുരം കോർപ്പറേഷൻ അധികാരത്തിലെത്തിയത്. പക്ഷേ കെടുകാര്യസ്ഥതയിൽ അവർ കഴിഞ്ഞ ആര്യ രാജേന്ദ്രൻ നേതൃത്വം നൽകിയ എൽ.ഡി.എഫ് ഭരണസമിതിയെക്കാളും മുന്നിട്ട് നിൽക്കുന്നു എന്ന ഒരു വാർത്ത തന്നെയാണ് മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഭരണം മാറിയാൽ ബി.ജെ.പിക്ക് ഇനി തിരിച്ചു വരുവാനുള്ള ഒരു കഴിവ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടാകില്ല, ജനങ്ങൾ അവരെ തിരഞ്ഞെടുക്കില്ല എന്ന ഒരു വിശദീകരണം തിരുവനന്തപുരം നിവാസികളുടെ ഇടയിൽ നിന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും ബി.ജെ.പി അധികാരത്തിലെത്തുമ്പോൾ പറഞ്ഞത്, ബി.ജെ.പിയുടെ ഫസ്റ്റ് മേയർ യോഗങ്ങളിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തും, തിരുവനന്തപുരം കോർപ്പറേഷന് വേണ്ടി വലിയ പദ്ധതികൾ പ്രഖ്യാപിക്കും എന്നൊക്കെയായിരുന്നു. പക്ഷേ ഒന്നും ഉണ്ടായില്ല. നരേന്ദ്രമോദി വന്നു പോയി എന്നതിനപ്പുറം പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നത് കൂടി ഒരു യാഥാർത്ഥ്യമായി നിൽക്കുകയാണ്. അതായത് ഒരുപക്ഷെ CPM കരുതുന്നുണ്ടാകുക ബി.ജെ.പിയെ ഒരു 5 വർഷം ഭരിക്കാൻ വിട്ടാൽ പിന്നെ ഏകദേശം തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ അവസ്ഥയായിരിക്കും. കാരണം തൃശ്ശൂരിൽ കൊട്ടിഘോഷിക്കപ്പെട്ട് സുരേഷ് ഗോപി MP ആയിട്ടും അവിടെ വികസനങ്ങളൊന്നും നടന്നിട്ടില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് തൃശ്ശൂർ ഉൾപ്പെടുന്ന ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കുവാൻ കഴിഞ്ഞില്ല. ഒരുപക്ഷെ അതുപോലെയുള്ള ഒരു സ്ഥിതിവിശേഷമായിരിക്കാം CPM
മുൻകൂട്ടി കാണുക. അതായത് BJP 5 വർഷത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ അധികാരത്തിലിരുന്നാൽ ഇനി BJP തിരികെ കോർപ്പറേഷനിൽ വരാത്തവണ്ണം അവരുടെ ഇലക്ഷൻ പ്രകടനം മോശമായിക്കൊള്ളും എന്നൊരു വിലയിരുത്തലായിരിക്കാം ഒരുപക്ഷേ CPM ഈ അവിശ്വാസ പ്രമേയത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. പക്ഷേ കോൺഗ്രസ് സംബന്ധിച്ച് അവർ CPMനെതിരെ വലിയ ആരോപണമാണ് ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ചും നേരത്തെ പാലക്കാട് BJP ആദ്യമായി അധികാരത്തിൽ വന്ന മുനിസിപ്പാലിറ്റിയിൽ അന്ന് കോൺഗ്രസിനോടൊപ്പം നിന്നിരുന്നുവെങ്കിൽ BJPയെ അധികാരത്തിൽ നിന്ന് പുറത്തുവെക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ പിന്നീട് BJP നിരന്തരം പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ അധികാരത്തിൽ വരുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. കോൺഗ്രസിലെ തിരുവനന്തപുരത്തെ കോർപ്പറേഷനകത്തെ നേതാക്കന്മാരൊക്കെയും ഇതാണ് ഷെയർ ചെയ്യുന്നത്, ഈ ഒരു സംഗതിയാണ് ഷെയർ ചെയ്യുന്നത്. അവർ പറയുന്നത് BJPയെ ഇപ്രാവശ്യം പുറത്താക്കിയില്ലെങ്കിൽ ഒരുപക്ഷെ പാലക്കാട്ടതുപോലെ അവർ നിരന്തരം തിരുവനന്തപുരം കോർപ്പറേഷൻ അധികാരത്തിൽ വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ CPM ചേർന്ന് LDFുമായി ചേർന്ന് ഒരു BJP വിരുദ്ധ മുന്നണി ഉണ്ടാക്കിക്കൊണ്ട് BJPയെ പുറത്താക്കുന്നതിനെക്കുറിച്ചാണ് തിരുവനന്തപുരം കോർപ്പറേഷനകത്തുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ചിന്തിക്കുന്നത്. പ്രത്യേകിച്ചും തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP അധികാരത്തിൽ തുടരുകയാണെങ്കിൽ, പ്രത്യേകിച്ചും അവിടെ രാജീവ് ചന്ദ്രശേഖറിൻ്റെ നേതൃത്വത്തിൽ BJPയുടെ ഒരു പ്രവർത്തന മികവുണ്ടാകുവാൻ സാധ്യതയുണ്ട്, ക്രോഡീകരണങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്, RSSൻ്റെ വലിയ ഫണ്ട് അവിടേക്ക് ഒഴുകുവാൻ സാധ്യതയുണ്ട്. ചില വികസന പ്രവർത്തനങ്ങളൊക്കെ നടന്നാൽ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖറിന് ഒരു പക്ഷേ അവിടെ നിന്ന് വിജയിക്കാൻ കഴിഞ്ഞേക്കും എന്ന ഒരു വിലയിരുത്തൽ BJPക്കുമുണ്ട്. അതിനെ എതിർക്കുവാൻ വേണ്ടിയാണ് കോൺഗ്രസ് അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നത് എന്ന വിശദീകരണമാണ് കോൺഗ്രസ് നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണം അത് ഒരു സീറ്റിൻ്റെ തുലാസത്തിൽ ഇങ്ങനെ BJPക്ക് ആയുസ് നീട്ടിക്കിട്ടി എന്ന ഒരു സ്ഥിതിയാണ് അവസാന നിമിഷങ്ങൾ ഉണ്ടാകുന്നത്. അതായത് CPMൻ്റെ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് കോൺഗ്രസ് കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയത്തെ CPM ഒപ്പം നിന്ന് പിന്തുണയ്ക്കില്ല എന്ന ഒരു വിശദീകരണം ഉണ്ടാകുന്നു. അങ്ങനെ തൽക്കാലം BJP ഭരണം എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുന്നു, ശ്വാസം കിട്ടുന്നു, അല്ലെങ്കിൽ ആയുസ് നീട്ടിക്കിട്ടുന്നു എന്ന ഒരു സ്ഥിതിവിശേഷമാണ് തിരുവനന്തപുരത്ത് നിന്ന് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളിലൊന്ന്. എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ അധികാരം കിട്ടിയതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സിറ്റിക്കകത്ത് വരുന്ന 2 മണ്ഡലങ്ങൾ കഴക്കൂട്ടവും ഒപ്പം നേമവും BJPക്ക് നേടുവാൻ കഴിഞ്ഞത് എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. തെക്കൻ കേരളത്തിൽ BJPയുടെ പ്രകടനം തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ താരതമ്യേന മികച്ചതായിരുന്നു എന്ന് പറയാം. കാരണം തിരുവനന്തപുരം ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന ചാത്തന്നൂർ മണ്ഡലത്തിൽ, വർക്കലയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ചാത്തന്നൂർ മണ്ഡലമാണ് കേരളത്തിൽ BJP വിജയിച്ച 3ാമത്തെ സീറ്റ്. അതായത് BJP വിജയിച്ച 3 സീറ്റുകളും 2 തിരുവനന്തപുരത്ത് നിന്നും 1 കൊല്ലത്ത് നിന്നുമാണ്. തെക്കൻ ജില്ലകളിൽ വളരെ ക്രമാഗതമായി BJP വളരുന്നുണ്ട് എന്ന ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്ന ചർച്ചകൾ കോൺഗ്രസും CPMും കോൺഗ്രസും തമ്മിൽ ഉടലെടുക്കുന്നുണ്ടോ എന്ന ഒരു ഭയം BJPയും അലട്ടുന്നുണ്ട്. ഒരടവ് നയം കോൺഗ്രസും CPMും പുലർത്തുമോ തങ്ങളുടെ വളർച്ച തടയുവാൻ എന്ന ഒരു ഭയം BJP നേതാക്കന്മാരുടെ ഇടയിൽ പ്രതിഫലിച്ചു നിൽക്കുന്നു എന്നതാണ് തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളിലൊന്ന്. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങിയാണ്. മറ്റു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.